നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവരും ധനുഷും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അല്ല, ഇപ്പോഴും ഉണ്ട്. സച്ചേട്ടാ വരുന്നില്ലേ? നീ എന്തിനാ അത്യാവശ്യം എന്നെ കാണണമെന്ന് പറഞ്ഞത്? പറയാം. ഇവരുടെ ട്രീറ്റ്മെന്റിന് അവിടെ എൻ്റെ പ്രൊഫസറുടെ ഒരു ട്രീറ്റ്മെന്റ് സെന്റർ ഉണ്ട്. അവിടെ ചെന്ന് ട്രീറ്റ്മെന്റ് ചെയ്താൽ ബെറ്റർ റിസൾട്ട് ഉണ്ടാവും. ചെന്നൈയിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്താൽ ഉറപ്പായിട്ടും അർച്ചന പ്രസവിക്കും. അത് നടക്കരുത്. മറ്റന്നാ സച്ചി അർച്ചനയും ചെന്നൈക്ക് പോവും. ആ യാത്ര എങ്ങനെയും തടഞ്ഞേ മതിയാവും. ട്രീറ്റ്മെന്റ് നടത്തിയവർക്ക് കൊച്ചുങ്ങളുണ്ടായ നമ്മുടെ സകല പദ്ധതികളും പൊളിഞ്ഞു വീഴുന്ന ഉറപ്പാ. അതുകൊണ്ട് ആ യാത്ര തടയണം. നാളെ ആ കൊച്ചിന്റെ ചടങ്ങ് കഴിഞ്ഞ് മറ്റന്നാൾ അവര് പോവും. അതിനു മുമ്പ് ഒരു വഴി കണ്ടെത്തണം. ആ വഴി സച്ചിയുടെ അർച്ചനയുടെയും യാത്ര തടയാനുള്ളതും അതൊരു ദുരന്തവുമായി മാറണം. ആ ദുരന്തത്തിന്റെ ആഘാതത്തിൽ വേണം അവരുടെ യാത്ര ക്യാൻസൽ ആവാൻ. നൂലുകെട്ട് നാളെ എന്നല്ലേ പറഞ്ഞത്? അതെ. കുഞ്ഞിനു വേണ്ടി സച്ചി അർച്ചനയും തിരിക്കാൻ പോകുന്ന യാത്ര ആ കുഞ്ഞായി തന്നെ തടയട്ടെ. നമുക്ക് ആ കുഞ്ഞിനങ്ങ് തീർക്കാം. കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് പോവില്ലല്ലോ. നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയതിനു പകരം അവരുടെ കുഞ്ഞിനെയും നമ്മള് ഇല്ലാതെയാക്കും. അവർക്ക് കൊടുക്കുന്ന ഒരു ചെറിയ തിരിച്ചടി എന്താ, അതുപോലെ മതി. നാളെ ആഘോഷങ്ങൾക്കിടയിൽ തന്നെ അത് സംഭവിക്കും. ഞാനത് ചെയ്തോളാം. ജനിച്ച് 28-ാം ദിനം മരണം, അതാണ് അതിന്റെ യോഗം. സച്ചേട്ടാ, അങ്കിൾ, ഏട്ടത്തി, പൊയ്ക്കോ. സച്ചേട്ടാ. എന്താ എന്താ മോളെ? ദേ, അവിടെ ഒരു 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 പാമ്പ്. പാമ്പോ? ദോ 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 അവിടെ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോ ദേ അവിടെ കണ്ടതാ. എന്നിട്ട് അതെങ്ങോട്ട് പോയി? ആ, അത് അങ്ങോട്ട് എവിടേക്കോ എഴഞ്ഞുപോയി. വലിയ പാമ്പൊന്നുമല്ല, വിഷമില്ലാത്തതാ. അനഘയുടെ വെളിയിൽ തന്നെ ആ പാമ്പ് അതിന്റെ മാളത്തിലെത്തി കാണും. നിങ്ങൾ വന്നേ.
ഞാൻ പലതവണ പറഞ്ഞതാ ഇതോടെ വെച്ച് കെട്ടിക്കോണം നീ. എന്റെ പുറകെ മണം പിടിച്ച് നടക്കണ്ട. പല തവണ നിന്നെ ഞാൻ വിലക്കിയതാ എന്റെ വഴിയിൽ തടസ്സമായിട്ട് നിൽക്കരുതെന്ന്. അതിന് മാത്രേ നീ വളർന്നിട്ടില്ല. അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ പറയാ, ഇവിടെ നിർത്തിക്കോണം എന്റെ പുറകെയുള്ള നിന്റെ അന്വേഷണം. പിന്നെ ഞാനും അവനും സംസാരിച്ചത് വല്ലതും നീ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുടെങ്കിലും ചെവിയിലെത്തിയാ തീർത്ത് കളയും നിന്നെ ഞാൻ. എന്നെ കൊന്നാലും ശരി, ഇതൊന്നും ഇനി ഞാൻ മൂടി വെക്കില്ല. ചേച്ചിയും ധനുഷ് പറയുന്നതെല്ലാം ഞാൻ കേട്ടു. നാളെ കുഞ്ഞിനെ കൊല്ലാനുള്ള ചേച്ചിയുടെ ഒരു പദ്ധതി നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങളും ധനുഷുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇവിടെ എല്ലാവരോടും ഞാൻ തുറന്നു പറയും. ധനുഷിനെ ഇവിടേക്ക് കൊണ്ടുവന്നതും നിങ്ങൾ തമ്മിലുള്ള ബന്ധം അറിഞ്ഞാ പിന്നെ നിങ്ങൾ ഈ വീടിന് പുറത്താ. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ ആ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കി നീ ഇനി ജീവനോടെ ഇരിക്കണ്ട. മോളെ അനഘേ, അയ്യോ, മോളെ എന്തിനാ മോളെ അവരോട് ആവശ്യമില്ലാത്തൊക്കെ പറയാൻ പോകുന്നേ? അറിയാലോ അവരെ എന്തും ചെയ്യാൻ മടിക്കാത്ത സ്ത്രീയാ. ആവശ്യമില്ലാത്തതൊന്നും അല്ല ഏട്ടത്തി, സത്യം തന്നെ ഞാൻ പറഞ്ഞതൊക്കെ. ആരുടെ മുന്നിൽ ഞാനത് പറയുകയും ചെയ്യും. അവരും ധനുഷും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, അല്ല ഇപ്പോഴും ഉണ്ട്. നേരത്തെ ഞാൻ പാമ്പിനെ കണ്ടിട്ടല്ല നിലവിളിച്ചത്. ഇവര് രണ്ടുപേരും അടുക്കള ഭാഗത്ത് നിൽക്കുന്നത് കണ്ടിട്ടാ. ഇതൊക്കെ ഏട്ടത്തിയോടും ഇവിടെ ഉള്ളവരോടും പറയണമെന്ന് ഞാൻ പലതവണ ആലോചിച്ചതാ. അതിന്റെ അവസാനം ചേച്ചി വീട്ടിൽ നിന്ന് പുറത്താക്കും. അതോർത്താ ഞാൻ മിണ്ടാതിരുന്നത്. എന്തൊക്കെയായാലും എന്റെ കൂടെ പിറപ്പല്ലേ ഏട്ടത്തി. ഏട്ടത്തെങ്കിലും സത്യം അറിഞ്ഞിരിക്കണം. എനിക്ക് ഉറപ്പാ ചേച്ചി ചിലപ്പോ എന്നെ കൊന്നെന്ന് വരും. അങ്ങനെ വന്നാ ഏട്ടത്തി ഈ സത്യം എല്ലാരെയും അറിയിക്കണം. നാളെ ചടങ്ങിന്റെ ഇടയ്ക്ക് കുഞ്ഞിനെ കൊല്ലണമെന്നാ അവര് പറയുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.